നമസ്കാരം. പശ്ചിമേഷ്യയുടെ രാത്രികളിൽ വീണ്ടും തീയുടെ രേഖകൾ വരയ്ക്കപ്പെടുകയാണ്. ആകാശത്തുകൂടി പാഞ്ഞു പോകുന്ന മിസൈലുകൾ വെറും ആയുധങ്ങളല്ല, അവ സമാധാനത്തിന്റെ പരാജയത്തിന്റെ ഒപ്പുകളാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെടിനിർത്തലിന്റെ പേരിൽ ശാന്തമായി എന്ന് ലോകം കരുതിയ പശ്ചിമേഷ്യ ഇന്ന് വീണ്ടും അഗ്നിപർവ്വതത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഇസ്രയേലിന്റെ നഗരങ്ങളിൽ സൈറണുകൾ മുഴങ്ങുന്നു. പിന്നാലെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും സ്ഫോടനങ്ങളുടെ പരമ്പര വരുന്നു. വെടിനിർത്തലിന് ശേഷം ആദ്യമായി രണ്ട് രാഷ്ട്രങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ രംഗം ഒരു പുതിയ യുദ്ധാധ്യായത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്. ഈ യുദ്ധം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളായി പരസ്പരം നിഴൽയുദ്ധം നടത്തിയിരുന്ന രണ്ട് ശക്തികളുടെ ഏറ്റുമുട്ടലാണ്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ അനുകൂല സായുധ ശക്തികൾ, ഇവരെയെല്ലാം ചുറ്റിപ്പറ്റി നീണ്ടുനിന്ന പ്രോക്സി യുദ്ധങ്ങൾ ഒടുവിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മിസൈലിനും പിന്നിൽ വർഷങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യവും സുരക്ഷാ ഭീതിയും പ്രാദേശിക ആധിപത്യ മോഹവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്ത 6 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന് നേരെ വന്ന ഡ്രോണുകളാണ് US സേന തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ആകെ വിക്ഷേപിച്ച 7 മിസൈലുകളിൽ 6 എണ്ണം അമേരിക്ക തടഞ്ഞു. ഒരെണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ഇതിന് ശക്തമായ തിരിച്ചടി എന്നോണം ഇറാനിലെ ഖോരൂഖ്, ഖേഷ് ദ്വീപ് എന്നിവിടങ്ങളിലെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തി. ഫെബ്രുവരിയിൽ നടന്ന US ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ മിസൈൽ ശേഖരം ഇപ്പോൾ വെറും 21% മുതൽ 22% വരെ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ കനത്ത രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം US മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനീസ് സൈനികരടക്കം 9 പേർ കൊല്ലപ്പെട്ടു. പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നേതാക്കൾ സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ കണക്ക് അത് വേറെയാണ്. വാഷിംഗ്ടണിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ടെഹ്റാനിലും ടെലവീവിലും പ്രതികാരത്തിന്റെ കണക്കുകളാണ് എഴുതപ്പെടുന്നത്. കാരണം ഈ യുദ്ധം വെറും ദേശീയ സുരക്ഷയുടെ പ്രശ്നമല്ല, ഇപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ആയുധം കൂടിയാവുകയാണ്. പ്രതിസന്ധികൾ നേരിടുന്ന ഭരണകൂടങ്ങൾക്ക് പലപ്പോഴും യുദ്ധം ദേശീയ വികാരം ഉയർത്താനുള്ള ഉപാധിയായി മാറാറുണ്ട്. ഇനി യുദ്ധം ഏത് ദിശയിലേക്ക് പോകുമെന്നാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. ആദ്യ സാധ്യത നിയന്ത്രിത തിരിച്ചടികളുടെ തുടർച്ചയാണ്. ഇറാൻ ആക്രമിക്കും, ഇസ്രയേൽ മറുപടി നൽകും. എന്നാൽ ഇരുവരും പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. രണ്ടാമത്തെ സാധ്യത കൂടുതൽ ഭീകരമാണ്. ഹിസ്ബുള്ളയും ഹൂതികളും മറ്റ് ഇറാൻ സായുധ സംഘടനകളും കൂടുതൽ സജീവമാവുകയും സംഘർഷം ലബനൻ, സിറിയ, യമൻ, ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. അമേരിക്ക ഇതിനകം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് യുദ്ധം ഇനി ഇസ്രയേലിനും ഇറാനും മാത്രം പരിമിതമല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. മൂന്നാമത്തെ സാധ്യതയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ വ്യാപാര പാതകൾ, എണ്ണ കപ്പലുകൾ, ആഗോള ഊർജ്ജ വിപണി, ഇവയെല്ലാം യുദ്ധത്തിന്റെ നേരിട്ടുള്ള ലക്ഷ്യങ്ങളാകാം. അങ്ങനെയായാൽ മിസൈലുകൾ പതിക്കുന്നത് മധ്യപൂർവ്വദേശത്തായിരിക്കും. പക്ഷെ അതിന്റെ ആഘാതം അനുഭവിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയായിരിക്കും. ഇതിനോടകം തന്നെ യുദ്ധം ഊർജ്ജ വിപണിയിലും ആഗോള വിപണിയിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്ന് പശ്ചിമേഷ്യയുടെ ആകാശത്ത് പറക്കുന്നത് മിസൈലുകൾ മാത്രമല്ല, അനിശ്ചിതത്വം കൂടിയാണ്. വെടിനിർത്തലിന്റെ നേർത്ത നൂലിഴ പൊട്ടിക്കഴിഞ്ഞു. ഇനി ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ശബ്ദമല്ല, അടുത്ത സ്ഫോടനത്തിന്റെ ദിശയാണ്. കാരണം ചരിത്രം പലപ്പോഴും ഒരു വെടിവെച്ചോടെയാണ് മാറുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്ന ആ ശബ്ദം നാളെയുടെ ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതുമോ എന്ന ആശങ്കയിലാണ് മനുഷ്യരാശി.